ഇന്നേതോ ഒരു ഡിസ്കോ പാട്ട് പോലെ ഉണ്ടല്ലോ. ആണോ? ആയിരിക്കും. ആണോ? ആണ്. തമിഴാണല്ലേ? തമിഴ് പാട്ട് പാടാൻ എളുപ്പമാണോ? മലയാളം പാട്ട് പാടാനാണോ തമിഴ് പാട്ട് പാടാനാണോ ഈസി? ഏതാ ഇഷ്ടം? രണ്ടും ഒന്ന് പറഞ്ഞാ മതി. കൂടുതൽ ഇഷ്ടം ഏതാ? മലയാളം. മലയാളം. മധുങ്കൾ വേറൊരു കാര്യമുണ്ട്. ഷെനിലേട്ടൻ ഇവിടെ ഫാമിലി റൗണ്ടിലായിരുന്നു. അന്നേരം ഷെനിലേട്ടൻ ശരിക്കും മിസ് ചെയ്തു. ഫാമിലി റൗണ്ട് കുറെ ആന്ന് ചെവിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാരും ഈച്ച പോയതാന്ന് ആണല്ലേ? കൊറേ സംഭവ വികാസങ്ങൾ ഓ അത് ശരി. ഇതിലൊരു ഫാമിലി റൗണ്ടിന് മുമ്പ് നമ്മുടെ ശ്രീയ സോജേഷ് അവര് ഫാമിലി ആയിട്ട് തന്നെ ഫോൺ വീഡിയോ കോളില് സംസാരിച്ചിരുന്നു. ഞാൻ ന്യൂസിലൻഡിലായിരിക്കുന്ന സമയത്ത്. ശരി ശരി ശരി. അത് അടിപൊളിയായിരുന്നില്ലേ ഡ്രസ്സൊക്കെ? ബനിയൻ സോജേഷ് ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് അപ്പൊ ചിത്ര ചേച്ചി കിട്ടപ്പോ ഞെട്ടിപ്പോയി. ബനിയനെ കിട്ടും പറഞ്ഞ് ഫാമിലി റൗണ്ടിൽ മത്സരിക്കാൻ പോവാണ്. അതിന്റെയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് പാട്ട്? തുള്ളുവതോ ഇളമേ. ഹായ്, ഇതൊരു പഴയ പാട്ടല്ലേ? ഇതൊരു പഴയ പാടൽ താനേ. ഉണർന്നു തമിഴ് രാജകുമാരൻ ഉണർന്നു. 1968 തോന്നുന്നത്. 1968 ഇല്ലയാ? 1968. ഓക്കെ ഓക്കെ. ഏത് ഫിലിം? കുടിയിരുന്ന കോവിൽ. കുടിയിരുന്ന കോവിൽ. കോയിൽ. ഓക്കെ. മ്യൂസിക്കാര് വിശ്വനാഥ് സാർ. എഴുതുന്നത് ആര്? വാലി സാർ. കറക്റ്റ്. പാടുന്നത് എല്ലാർ ഈശ്വര്യമ്മ, MT സൗന്ദരരാജൻ. നല്ല പാടുങ്കോ. പട്ടുമുഖത്ത് ചുറ്റിപ്പെണ്ണി കട്ടിയടിക്കും இந்த கைகள் വട്ടമടിക്കും വന്ന് കണ്ണുകൾ പിത്തമടിത്തും ഇൻപക്കഥകൾ തുള്ളുവതോ ഇളമൈ തേടുവതോ തനിമൈ തുള്ളുവതോ ഇളമൈ തേടുവതോ തനിമൈ അള്ളുവതേ തിറമൈ അത്തനയും പുതുമൈ
അടിപൊളി. ഇടയ്ക്ക് എന്തായിരുന്നു സോയാ പപ്പ, അതെങ്ങനെയായിരുന്നു? ഇരുടി, ഇതിന്റെ അർത്ഥം അറിയാമോ? എന്തോ ആട്ടുന്നതാ. അയ്യോ. അത് ശരി, ഇത്രയും ഭയങ്കര സ്നേഹം എന്നൊക്കെ പറഞ്ഞത് ആട്ടലായി മാറി. അല്ല 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 അല്ല. എന്റെ അർത്ഥം അറിയാമോ സോയ് പപ്പ എന്ന് പറഞ്ഞത്? ഇല്ല, അറിഞ്ഞൂടാ. അത് സ്പാനിഷ് ആണ്. ആണോ? ആ, എന്റെ അർത്ഥം ഞാൻ അച്ഛനാണ്, അച്ഛൻ എന്നാണ് എന്റെ അർത്ഥം. അച്ഛൻ അച്ഛൻ, അതാണ് അർത്ഥം. അതിനാണ് ആട്ടെന്ന് പറയുന്നത്. സോറി അച്ഛാ. എന്നോട് പൊറുക്കു അച്ഛാ. അതെ. അയ്യോ ശരിക്കും അതാണ്. ശരി, ആ. എന്താ അച്ഛനാണെന്നോ? ആ, അങ്ങനെ പറയും. വേറെ അല്ല, വെറുതെ നുണ പറയണത്. അല്ല. ആണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. സോയ് ആ, പപ്പായ. സോയ് പപ്പ. ആ. എന്നിട്ട് ആട്ടുന്ന പോലെ അല്ലേ? സോയ് പപ്പ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. കുഞ്ഞ് കാലൊക്കെയാണോ ഈ? അതെ, സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. തുള്ളുവതോ ഇളമയേ തേടുവതോ തനിമയേ അള്ളുവതേ തിറമയേ അത്തനയും പുതുമയേ. ഇതിന്റെ വരികളൊക്കെ ഭയങ്കര രസമാണ്. അതിനകത്ത് പറയുന്നത് ഫോളിംഗ് ഇൻ ലവിനെ പറ്റിയാണ് കേട്ടോ, അതിന്റെ ഇൻടോക്സിക്കേഷനെ പറ്റിയാണ്. മധു, എന്തുകൊണ്ടാണ് ഈ ഫോളിംഗ് ഇൻ ലവ് എന്ന് പറഞ്ഞത്? ഈ പ്രണയത്തിൽ വീഴുകയാണോ? ഒരിക്കലും അതിൽ നിന്ന് വീണ് പോണതല്ലേ? അതിൽ നിന്ന് ഉയർത്തെഴുതി പോണതല്ലേ? അതാ 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 അതാ. തുടങ്ങി അല്ലേ? മാപ്പാക്കണം. അങ്ങനെ പെട്ടുപോയ പ്രണയത്തിന്റെ ഒരു പാട്ടാണിത്. ഓ. അത് ഭയങ്കര ഇൻടോക്സിക്കേഷനും ആണല്ലോ. ആയിരിക്കും. പ്രണയ നൊമ്പരം. നൊമ്പരല്ല, അതിന്റെ ഒരു രസം അല്ലെ, യുവത്വത്തിന്. പ്രണയ നൊമ്പരം എന്ന് പറയാറില്ലേ? പ്രണയ നൊമ്പരം. അല്ല, ഈ പാട്ടതല്ല എന്ന് പറയാം. ആ, ഈ പാട്ടതല്ല. ഇതതിന്റെ ഒരു സെലിബ്രേഷൻ ആണ് അല്ലെ. അതെ. അപ്പൊ ആ സെലിബ്രേഷൻ നമ്മുടെ കുഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നില്ലേ, എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. മറ്റേ പാലാടൈ മേനി, അത് അതന്നെ. നാനാക അല്ലവ പാടാത രാഗം. ആ പാടാത്ത രാഗം, പിന്നെ തേനൂറും. ഓ, അതെ, ആ അതെ, അതെ. തേന്ന് തുടങ്ങിയത് എങ്ങനെയാണ്? ആ, ഓ, തേനൂറി, തേനൂറും. ആ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഡൈനാമിക്സ് അല്ലേ അവിടെ? ആ ഒരു ഭാഗം പാടിയില്ലേ, ഫുള്ളായിട്ട് പാടി. അതൊന്ന് പാടിക്കേ, ഒന്നുകൂടെ പാടിക്കേപ്പിക്കാമോ? தேனூரும் பாவை பூமேடை தேவை ആ, தேனூரும் பாவை பூமேடை தேவை நானாக அள்ளவா நானாக அள்ளவா ആ, தீராத தாகம் பாடாத ராகம் தீராத தாகம் பாடாத ராகம் நாளெல்லாம் சொல்லவா நாளெல்லாம் சொல்லவா துள்ளு നമ്മുടെ മനസ്സ് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും. എങ്ങനെ തുള്ളാതിരിക്കും? അതെ. തുള്ളാതെ മനവും തുള്ളും അതെ, അതെ. അല്ലേ, അന്നമാതിരി சொல்லலாம். അത്രയ്ക്ക് നന്നായിട്ട് പാടി കേട്ടോ, ഗംഭീരായിരുന്നു. ആയിരിക്കുമല്ല, ഇതാണ് ആണ്. ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിനകത്ത് നമുക്ക് പറയാം, ഈ ചെറിയ ചെറിയ ന്യൂവാൻസസ് എന്ന് പറയാം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓർണമെന്റേഷൻസ് അല്ലെ, അതൊക്കെ ഇങ്ങനെ ഉരുപ്പിടികളാണ്, ചെറിയ ചെറിയ ചെറിയ. അതൊക്കെ കണ്ടെത്താൻ ഈ ഒരു മെച്യൂരിറ്റിയിൽ അത് പാടാൻ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഓൺ ദ ഡോട്ടാണ്. അത് ഷീ ഹസ് നെയിൽഡ് ഇറ്റ്, അതാണ് Yes. പറയേണ്ടത്. റിയലി നെയിൽഡ് ഇറ്റ്. അത് എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ ഈ പാട്ട് കുഞ്ഞ് പാടുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് അത് വരുമെന്ന്. അപ്പം നമ്മളൊക്കെ കാണുന്നതിനും അപ്പുറമാണ് ഈ കുഞ്ഞുങ്ങളുടെ ടാലന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആയിരിക്കും കുട്ടി, അമ്കുട്ടി ഗംഭീരായി. യാ, കാലക്കീട്ടാ. താങ്ക് യു. ആ, അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. പ്രത്യേകിച്ച് 1968 ഒരു പാട്ട്. എത്ര വയസ്സായി? 8 വയസ്സുള്ള പെൺകുട്ടി ആണ് പാടിയത് ഇപ്പോ. അതും TM സൗന്ദരരാജൻ സാറും എല്ലാ ഈശ്വര്യമ്മയും പാടിയ പാട്ട്. 1968 8 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ദ്യുതിക്കുട്ടി പാടിയിരിക്കുകയാണ്. അത് നമ്മുടെ MSV സാറിനെ പറ്റി പറയുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ അദ്ദേഹം MGRന്റെ ഒരു പാട്ട് കമ്പോസ് ചെയ്യും. അതെ, അതെ. ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ശിവാജി ഗണേശന് വേണ്ടി കമ്പോസ് ചെയ്യും. വൈകുന്നേരം ടീ ടൈം ആകുമ്പോഴത്തേക്ക് ജെമിനി ഗണേശൻ. അതെ, അതെ, അതെ. അങ്ങനെയൊക്കെ പോയിരുന്ന അത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള. പിന്നെ വേറൊരു അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കേട്ട, രാജാ സാറ് റെസ്പെക്ട് ചെയ്യുന്ന കുറച്ചു പേരിൽ വളരെ രണ്ടുപേരും അതെ, അതെ. എങ്കയും എപ്പോഴും ഊരുസനം. അതെ.
അപ്പോൾ രാജാ സാറ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന കുറച്ച് പേരിലൊരു പ്രധാനപ്പെട്ട ആളാണ് MSV സാറ്. ചില പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് റെക്കോർഡിംഗ് സമയത്തൊക്കെ MSV സാറിനെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് കേൾപ്പിക്കാമെന്നും പാട്ട് കേട്ടോണ്ടിരിക്കുന്നതും. പിന്നെ വേറൊരു പ്രത്യേകത സാറിനെ പറ്റി കേട്ടിട്ടുള്ളത്, ഈ റീ റെക്കോർഡിങ് വിഷ്വല് കാണും. വിഷ്വല് ഇങ്ങനെ എല്ലാം കണ്ടിട്ട് ഞാൻ ഇപ്പോൾ പറയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ഒരു സിഗരറ്റൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് എഴുതും, നൊട്ടേഷൻ എഴുതും. അതിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതൊക്കെ കറക്റ്റ് ആയിരിക്കുന്നു, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കുന്നു ആ എഴുതുന്നതിൽ. അത്രയ്ക്കും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പാടിയത്, അതും ഇത്രയും പഴയൊരു പാട്ട് ഇത്ര മനോഹരമായിട്ട്, അത് എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ആ പാടാതെ രാഗം, അതുപോലെ തന്നെ ചരണത്തിൽ, അതുപോലെ തന്നെ കാണും നേരം, അത് ആ ഭാഗമൊക്കെ എനിക്ക് എന്ത് ഭംഗിയായിട്ടാണ് പാടിയത്. അത് പാടുന്ന സംഗതി പാടുമ്പോൾ മൈക്കൊന്നും ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കുന്നുണ്ട്. അപ്പം എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിൽ തന്നെ മികച്ചൊരു തെളിവാണ് ഒരു ഒന്നാന്തരം പാട്ടുകാരിയാണെന്ന് ഇത് പാടിയപ്പോൾ തെളിഞ്ഞു. അതെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓ പപ്പാ. അതിന്റെ ആ ഒരു പവർ ഇങ്ങോട്ടേക്ക് കിട്ടിയപ്പോ ഞാൻ ഡാൻസ് കളിച്ചു ശരിക്കും. അതുപോലെ തന്നെ കോറസുകാരും അല്ലേ, അതുപോലെ തന്നെ എല്ലാം അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഒരു ആഘോഷം, യുതിക്കുട്ടിയുടെ വക ഒരു ആഘോഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് തമിഴ് റൗണ്ടിൽ. തമിഴ് പഠിച്ചോ? ഇല്ല. ഒന്നും പഠിച്ചില്ലേ? ഇല്ല. ആമാന്ന് പറഞ്ഞ എന്താ തമിഴില്? അതെ അതേന്ന് ശരി. ഇത്രയും തമിഴ് അറിയാത്ത ആളാണോ ഈ വരികൾ മുഴുവൻ ഇരുന്ന് പഠിച്ചത്? ഒറ്റയ്ക്ക് പഠിച്ചോ? മിടുക്കിയാട്ടോ. എത്ര ദിവസം കൊണ്ടാ പഠിച്ചത്? അതൊന്നും അറിഞ്ഞൂടാ, ചുമ്മാ കേട്ടോണ്ട് 1 വീക്ക് ആയിരിക്കും. അല്ല, എല്ലാ ഉത്തരങ്ങളും അങ്ങനെയാണ്. ഒരു ദിവസം കൊണ്ട് പഠിച്ചതാ. ഒറ്റ ദിവസം കൊണ്ട്. തമിഴ് വെരി ബ്രില്യന്റ്. മിടുക്കി. ഭയങ്കര ബുദ്ധി, വയറ് നിറച്ചു ബുദ്ധി. യുതിക്കുട്ടി ആ വേഷവും ആ പ്രസന്റേഷനും ആ പാട്ടും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതിന്റെ അപ്പുറം പിന്നെ ആ വന്ന ജേണി ഉണ്ടല്ലോ ദ്യുതിക്കുട്ടിയുടെ, ആ ഒരു ഈ പാട്ട് സെലക്ട് ചെയ്തതും സെലക്ഷൻ ഒരു ഉഗ്രം കൈയടി വേറെ. മിടുക്കിയായിട്ട് പാടി കേട്ടോ. സൂപ്പർ സിംഗർ. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ കുറച്ചാള് വന്നിട്ടുണ്ട്. ആരൊക്കെയാ? അത് എന്റെ അമ്മേന്റെ അച്ഛന്റെ അനിയന്റെ മകൾ. മകൾ. ഓ ഓക്കെ. അവരുടെ പേരെന്തൊക്കെയാ? എന്താ പേര് ചേച്ചിയുടെ? അമ്മയാ. ജിബിൻ. ഓക്കെ. ഇന്ന് പാട്ട് നേരിട്ട് കേൾക്കാൻ വന്നാണ്. ഹാപ്പി അല്ലേ രണ്ടുപേരും? മിനിങ്ങി പാടി. വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്, ദ്വിതിക്കുട്ടിയുടെ ഗിഫ്റ്റ് ആയത്. അതെ ശരിക്കും അതെ, നല്ലൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയത്. ഇന്ന് അമ്മുക്കുട്ടി പാടിയനെ നമ്മളാണ് അങ്ങോട്ട് പറയേണ്ടത്. താങ്ക് യു. അതെ, മാർക്കറിയാം നമുക്ക്. അപ്പൊ അമ്മുക്കുട്ടിക്ക് ഇന്ന് 91 അല്ല, 92 അല്ല, 93 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, 8 അല്ല, 9 അല്ല. It's going to be 100 on 100 for Amkutti plus 1 star today. ഒരു മധുര മഴ.